യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ വാക്കുകളായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായിട്ട് തന്നെയാണ് ഞങ്ങളത് സ്വീകരിച്ചത്. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് മനുഷ്യൻ്റെ വാക്കുകളായിട്ടല്ല, ദൈവത്തിൻ്റെ വചനമായി തന്നെ അത് വിശ്വാസത്തോടെ സ്വീകരിക്കാനുള്ളൊരു കഴിവും കൃപയും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഇന്ന് വ്യാഴാഴ്ചയാണ്. ദൈവത്തിൻ്റെ നല്ല അനുഗ്രഹമുള്ളൊരു ദിവസമാകട്ടെ. ഇന്ന് കേൾക്കുന്ന വചനം നിനക്ക് അനുഗ്രഹമാകട്ടെ. ഇന്ന് ദൈവാനുഗ്രഹത്തിൻ്റെ സന്തോഷം നിന്നിലുണ്ടാകട്ടെ. ഇന്ന് ചില ഭയങ്ങളോ ടെൻഷനോ പേടിയോ ഒക്കെ ഏതെങ്കിലും കാര്യത്തിലോ കാരണത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറട്ടെ. ദൈവത്തിൻ്റെ ഒരു ശക്തമേറിയ സംരക്ഷണം നിൻ്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഡെയിലി ബ്ലെസ്സിങ്ങിൽ അതിലൂടെ വചനം കേൾക്കുന്ന നിങ്ങൾ, ഈ വചനം അനേകർക്ക് ഷെയർ ചെയ്യുന്ന, ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് പേരെന്നെ കേൾക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ എഴുന്നേറ്റ് ആ വചനം കേൾക്കുന്നവരുണ്ട്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ. ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണോ, ആ വ്യക്തിക്ക് വേണ്ടി ദൈവവും നിൽക്കും. ആ വ്യക്തിയുടെ ഒരു ആവശ്യം വരും, ആ വ്യക്തിക്ക് ഒരു ആവശ്യം വരുമ്പം ആരും അവന് വേണ്ടി നിന്നില്ലെങ്കിലും ദൈവം അവന് വേണ്ടി നിൽക്കുന്നു. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് നമ്മൾ. ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്, പറയുന്നവരാണ്, കേൾപ്പിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി ആരും ഈ ലോകത്ത് നിന്നില്ലെങ്കിലും ദൈവം നമുക്ക് വേണ്ടി നിൽക്കും. ഇന്ന് പ്രതീക്ഷയോടെ ഈ വചനങ്ങളെ കേൾക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28 മുതലുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഞാൻ സ്പീഡ് കുറച്ച് വളരെ ശ്രദ്ധയോടെ അത് വായിക്കാം. അവൻ ഇത് പറഞ്ഞിട്ട് ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. ആർക്കും മനസ്സിലാകുന്ന വിധത്തിലാണ് എഴുതിയിട്ടുള്ളത്. യേശു 3 പേരെ, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെ കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ, ഇരുന്നിടത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? നമ്മൾ ചിന്തിക്കും, അല്ല, പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം ഉള്ളത് നല്ലതാണ്. പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണ്. ഒരു നമ്മുടെ വീട്ടിലായാലും പ്രാർത്ഥനയ്ക്കൊരു സ്ഥലമുള്ളതും പ്രാർത്ഥിക്കാനായിരിക്കുന്ന ഒരു മുറിയുള്ളതൊക്കെ നല്ലതാണ്. സാഹചര്യം പോലെ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. 29-ാമത്തെ വാക്യം, പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുഖഭാവം മാറി, വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. മാറ്റമുണ്ടായി. ഇവിടെ പാട്ടുപാടിയില്ല, പ്രസംഗം നടത്തിയില്ല, പ്രഭാഷണം നടത്തിയില്ല. അവിടെ ഒന്നേ നടന്നുള്ളൂ, പ്രാർത്ഥന മാത്രം. അവിടെ വലിയ ഗാനശുശ്രൂഷകരില്ലായിരുന്നു. പ്രഭാഷകൻ നിന്ന് പ്രസംഗിച്ചില്ല. വലിയ പ്രഭാഷണമൊന്നും നടന്നില്ല. പ്രാർത്ഥിച്ചപ്പോൾ വ്യക്തിക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. ആ വ്യക്തി ധരിച്ചിരുന്ന വസ്ത്രത്തിന് പോലും മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക്, പ്രാർത്ഥിച്ച നിയോഗത്തിന് മാറ്റം ഉണ്ടാകും. മുഖഭാവം മാറി എന്ന് പറയുന്ന പോലെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറും, നിലപാടുകൾ മാറും, സ്വഭാവത്തിൽ മാറ്റം വരും, പെരുമാറ്റത്തിൽ മാറ്റം വരും, സംസാരത്തിൽ മാറ്റം വരും, ഇടപാടുകളിൽ മാറ്റം വരും. മാറ്റം എന്നൊരു വാക്കുണ്ട്. പ്രാർത്ഥിച്ചവൻ്റെ മുഖഭാവം മാറി. ചിലരൊക്കെ മാറിയിരുന്നെങ്കിൽ, നല്ലതുപോലെ ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയായിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ മലമുകളിൽ കയറി പ്രാർത്ഥിച്ചപ്പോൾ മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. മാറ്റം, വസ്ത്രം പോലും മാറ്റം സംഭവിച്ചു, വെണ്മയോടെ ശോഭിച്ചു. അടുത്ത 31-ാമത്തെ വാക്യം,
അവർ മഹത്വത്തോടെ കാണപ്പെട്ടു. 32 വാക്യം, നിദ്രാ വിവശരായിരുന്നിട്ടും പത്രോസും കൂടെയുള്ളവരും ഉണർന്നിരുന്നു. അവർ അവൻ്റെ മഹത്വം ദർശിച്ചു. അവനോടുകൂടെ നിന്ന ഇരുവരെയും കണ്ടു. ഇനി അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്, 34 വാക്യം, അവനിത് പറയുമ്പോൾ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. അവർ മേഘത്തിനുള്ളിലായപ്പോൾ ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഒരു മേഘം. അപ്പോൾ എവിടെയൊക്കെയാ മാറ്റം ഉണ്ടായത്? പ്രാർത്ഥിച്ച സ്ഥലത്തൊരു മാറ്റം ഉണ്ടായി, പ്രാർത്ഥിച്ച വ്യക്തിയിലും മാറ്റം ഉണ്ടായി. അതൊന്ന് പറയാനാ ഇത് വായിച്ച്. പ്രാർത്ഥിച്ച വ്യക്തിയിൽ മാറ്റം ഉണ്ടായി, പ്രാർത്ഥിച്ച സ്ഥലത്തോ അവിടെ ഒരു മേഘം വന്ന് നിറഞ്ഞ് ആ മേഘത്തിൻ്റെ ഉള്ളിലായവർ ഭയപ്പെട്ടു. അടുത്ത ഭാഗം എഴുതിയിട്ടുള്ളത്, ഒരു സ്വരം കേട്ടു, ഇതാ എൻ്റെ പുത്രൻ, എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് കേൾക്കുവിനെന്ന സ്വരവും കേട്ടു. ആ പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലം മാറി, പ്രാർത്ഥിച്ച വ്യക്തികൾക്ക് മാറ്റം വന്നു, മുഖഭാവം മാറി, വസ്ത്രത്തിന് വെണ്മയോടെ ശോഭയുണ്ടായി. ആ സ്ഥലം, 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചേ. അസാധാരണമായ മാറ്റങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലും പ്രാർത്ഥനാ വിഷയമായി വച്ചിരിക്കുന്ന നിയോഗത്തിലും പ്രാർത്ഥിക്കുന്ന സ്ഥലത്തും ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറും, നിങ്ങളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ മാറും. ഇവിടെ പ്രഭാഷകനോ പാട്ടുകാരോ ശുശ്രൂഷകരോ ഒന്നും നിന്ന് ഒരു ശുശ്രൂഷയും ചെയ്തില്ല, പക്ഷെ അവിടെ വലിയ അത്ഭുതങ്ങൾക്ക് കാരണമായി. പ്രാർത്ഥന വലിയ അസാധാരണമായ കാര്യങ്ങൾക്ക് തുടക്കമിടും. പ്രാർത്ഥന അസാധാരണമായ കാര്യങ്ങൾക്ക്, വലിയ അത്ഭുതങ്ങൾക്ക് തുടക്കമിടും. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്ന സമയത്ത് മുഖഭാവം മാറി, വസ്ത്രം വെണ്മ പോലെ ശോഭിച്ചു. അത്രയും മാറ്റം ഉണ്ടായെങ്കിൽ, ഇന്ന് പ്രാർത്ഥിച്ച് എനിക്കൊരു ചില മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഈ വ്യക്തിക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കുടുംബത്തിനൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, ആ ചിന്താഗതിക്കൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ മാറ്റമുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ചില കാര്യങ്ങളില്ലേ, പ്രാർത്ഥിക്ക്. അവിടെ എല്ലാം ചില മാറ്റങ്ങൾ ദൈവം അതിനകത്ത് കൊണ്ടുവരും. അസാധാരണമായ മാറ്റങ്ങൾ സംഭവിക്കും, ആ വ്യക്തിയിൽ സംഭവിക്കും, ആ സാഹചര്യത്തിൽ സംഭവിക്കും. ഈ വ്യക്തി കല്ലിന് കാറ്റ് പിടിച്ചതുപോലാണല്ലോ, കല്ല് വെള്ളത്തിലിട്ട പോലെ, ഇതൊന്നും ഒരു മാറ്റം ഉണ്ടാകുകയില്ല എന്ന് വിധി പറയാൻ വരട്ടെ. മാറ്റമുണ്ടാകും. പ്രാർത്ഥനയിൽ മാറ്റമുണ്ടാകും. ആ വിഷയങ്ങളെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. മാറ്റമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യത്തെ ഞങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മാറ്റമുണ്ടാകും. അടുത്തതോ, പ്രാർത്ഥിക്കാനിരുന്ന സ്ഥലം ഒരു മേഘം വന്ന് മൂടി. അവർ മേഘത്തിൻ്റെ ഉള്ളിലായി എന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ദൈവീക സംരക്ഷണത്തിൻ്റെ, ദൈവ സാന്നിധ്യത്തിൻ്റെ മേഘം വന്ന് മൂടി. ഇന്ന് നിങ്ങളുടെ വീടുകളിൽ അസ്വസ്ഥതയുണ്ടോ? ഇന്ന് നിങ്ങളുടെ വീടുകളിൽ ചില പിണക്കങ്ങളുണ്ടോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ദൈവ സാന്നിധ്യത്തിൻ്റെ, ദൈവീക സംരക്ഷണത്തിൻ്റെ, ദൈവീക ഇടപെടലിൻ്റെ മേഘത്തിൻ്റെ ഉള്ളിലാകാൻ തുടങ്ങും. ദൈവസ്നേഹത്തിൻ്റെ ഉള്ളിലാകാൻ തുടങ്ങും. അനുഗ്രഹത്തിൻ്റെ ഉള്ളിലാകാൻ തുടങ്ങും. ചെറിയ കാര്യമായി തോന്നിയാലും ഇത് ഭയങ്കരമായി ചിന്തിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനം ഒന്ന് വായിക്കാൻ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തുമ്പോൾ, ഒന്ന് ഫ്രീ കിട്ടുമ്പോഴൊക്കെ ഒന്ന് വായിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ കാരണമാവും. നമുക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം 6:15 വിശുദ്ധ യൂദാശ്ലീഹയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇന്ന് വ്യാഴവും വെള്ളിയും ഏറ്റവും അനുഗ്രഹത്തോടെ ശുശ്രൂഷകൾ ഈ ആലയത്തിൽ നടക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 ദിവസങ്ങളിലാണ് ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത്, ആളുകളെ കാണുന്നത്, പ്രാർത്ഥിക്കുന്ന എല്ലാം വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ്. ഇട ദിവസങ്ങളിൽ കൗൺസിലിങ്ങോ മറ്റ് ശുശ്രൂഷകളോ ഇല്ല. കാരണം ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലെ ഒരുക്കവും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് വ്യാഴം വെള്ളി ദിവസങ്ങൾ ആളുകളെ കാണുന്നതും പ്രാർത്ഥിക്കുന്നതും. നമുക്ക് ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ യേശുവേ, ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെയും അതിൽ പങ്കെടുക്കുന്നവരെയും സമർപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഓരോ നിയോഗങ്ങളെയും അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്
വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. ആമേൻ. 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരനുഗ്രഹത്തിൻ്റെ മാസമായി മാറണം. അനുഗ്രഹമുള്ള വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാനിടയാകണം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിനകത്ത് അത് വെളിപ്പെടട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അത് വെളിപ്പെടട്ടെ. ഇന്ന് ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ചില അത്ഭുത മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരട്ടെ. വ്യക്തി ജീവിതങ്ങളിൽ കൊണ്ടുവരട്ടെ. പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ കൊണ്ടുവരട്ടെ. മുഖഭാവം മാറി വസ്ത്രം വെണ്മ പോലെ ശോഭിച്ചു. അവർ നിന്നിരുന്ന സ്ഥലത്ത് മേഘം കൊണ്ട് നിറഞ്ഞവർ മേഘത്തിനുള്ളിലായി. അവർ ഭയപ്പെട്ടു. ഉടനെ ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഇടവരട്ടെ. എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറട്ടെ. രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, തകർച്ചകളൊക്കെ മാറട്ടെ. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, നഷ്ടത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ശരീരത്തിൻ്റെ അകവും പുറവും ഒരു രോഗം പോലും വരാതെ സംരക്ഷിക്കണമേ. സമാധാനം തരാം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. യുവതി യുവാക്കളെ അനുഗ്രഹിക്കണം. വചനം കേൾക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിക്കണം. വചനം കേൾക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഇത് ഷെയർ ചെയ്യുന്നവരെ, ഈ വചനം അനേകർക്ക് എത്തിച്ചു കൊടുക്കാൻ മനസ്സുകൊണ്ട് ശ്രമിക്കുന്നവരെ, ചെയ്യുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷത്തോടെ ഇരിക്കാം. സാധ്യമായ എല്ലാവർക്കും വചനം അയച്ചു കൊടുക്കാം. നമുക്ക് ഈ വചനം നാളെയും 5:30 ഒരുമിച്ച് കേൾക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സഹായിക്കട്ടെ. ആമേൻ.